കാര്യത്തിൽ കിളിക്കുള്ളിൽ നാളത്തെ പ്രൊമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഹരീഷ് ആണെങ്കിൽ നീതുവിൻ്റെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ആ പ്രശ്നമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം നീതുവിൻ്റെ അച്ഛനാണെങ്കിൽ വിളിച്ച് അകത്ത് കൊണ്ടുപോയിട്ടാണെങ്കിൽ നമ്മൾ ഹരീഷിനെ ആണെങ്കിൽ നീതുവിൻ്റെ ചേട്ടനാണെങ്കിൽ നല്ല ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്തും നമ്മൾ നീതു എല്ലാം പുറത്ത് വരെയൊക്കെ ചെയ്യുന്നുണ്ട്, പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പിറക്കെ സുധീഷും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് വന്നിട്ട് കഥവിന് തട്ടുന്ന സമയത്ത് നീതുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, കണ്ട നാട്ടുകാരൊക്കെ അറിഞ്ഞെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കഥ വന്ന് തുറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സുധീഷും നമ്മളെ നീതുവിൻ്റെ ആങ്ങളെയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെ ആവാനൊക്കെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷിൻ്റെ അടുത്താണെങ്കിൽ ഹരീഷ് ചോദിക്കുന്നുണ്ട്, സുധീഷായിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് പറയുന്നത് അതവിടെ നിൽക്കട്ടെ, ഇപ്പം എന്താ ഇവിടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ സമയത്ത് നീതുവിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ പെങ്ങളെ ആണെങ്കിൽ അവൻ ചതിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഹരീഷാണെങ്കിൽ പറയുന്നുണ്ട് നീതുവിൻ്റെ അടുത്ത്, എന്തുവാ സത്യം എന്ന് പറഞ്ഞു കൊടുക്കടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അവളെ തൊട്ടിട്ട് പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഹരീഷാണെങ്കിൽ. അങ്ങനെ നീതു പറയുന്നുണ്ട്, അത് ഞാനാണെങ്കിൽ ആ സമയത്ത് കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കള്ളത്തരം പറഞ്ഞതാണ്, ഞാൻ ഗർഭിണിയൊന്നും അല്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ എല്ലാവരും ഷോക്കായൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം നീത് പറയുന്നുണ്ട്, എനിക്ക് അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെ സുധീഷാണെങ്കിൽ കാര്യം എന്താ ചോദിക്കുന്നുണ്ട് നീതിൻ്റെ അടുത്ത്. അപ്പം നീത് പറയുന്നുണ്ട്, ഇതണക്ക് അവർ അമ്പലത്തിൽ എന്നെ പിന്നെ പറ്റിച്ചിട്ടാണെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയിട്ടാണെങ്കിൽ ഇതണക്ക് നമ്മളെ ചേട്ടൻ്റെ കൂട്ടുകാരനെ എന്നെ കല്യാണം കഴിപ്പിക്കാനൊക്കെ നോക്കി, അങ്ങനെ ആ സമയത്ത് എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ പിന്നെ നമ്മളെ നീതു ആണെങ്കിൽ ഹരീഷിനെ വിളിച്ച് പുറത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ സുധീഷാണെങ്കിൽ അവരെ പിറകെ പോകുന്ന സമയത്ത് നമ്മൾ നീത് പറയുന്നുണ്ട്, ഒന്ന് കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചോണ്ടൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സുധീഷാന്നൊക്കെ പറഞ്ഞ് സുധീഷ് അങ്ങ് മാറുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ നീതു ആണെങ്കിൽ ഹരീഷിനെ കെട്ടിപ്പിടിച്ചിട്ട് കുറേ ഉമ്മയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ പേടിച്ചു പോയെന്നൊക്കെ പറയുന്ന സമയത്ത് ഹരീഷ് പറയുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ ടെൻഷൻ ആവേണ്ട, ഞാൻ വന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആണെങ്കിൽ നമ്മളെ കാണിക്കാൻ സുഭാഷ് ചേട്ടനാട്ടോ. അപ്പം സുഭാഷ് ചേട്ടനാണെങ്കിൽ ടെൻഷനും കയറി ഇങ്ങനെ പുറത്തിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം നിധി ആണെങ്കിൽ ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി സുഭാഷ് ചേട്ടാന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, നീതുവിൻ്റെ വീട്ടിൽ പോയാൽ ഹരീഷിന് ഇതൊരിക്കും വന്നില്ലല്ലോ, ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നമാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നിധി പറയുന്നില്ല, സുഭാഷ് ചേട്ടാ അവൻ തന്നെ പോകണം, ഇതിനൊരു തീരുമാനവും കാര്യങ്ങളും അവൻ തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും ഇതിനകത്തൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, അവൻ പോയത് എന്തായാലും നല്ലതായെന്നൊക്കെ നമ്മൾ നിധി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.